ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാനാണ്. ആദ്യം അവരുടെ എനർജി നോക്കാം, എന്നിട്ട് മെസ്സേജ് നോക്കാം. ഇവർ ഭയങ്കര ദുഃഖത്തിലാണ് ഈ സമയം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എന്താണ് ദുഃഖത്തിന് കാരണമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മേൽ ഒരു സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോൾ വരുന്നു, വാട്സപ്പിൽ എപ്പോൾ വരുന്നു, എന്ത് പോസ്റ്റ് ഇടുന്നു, എന്ത് സ്റ്റാറ്റസ് ഇടുന്നു, എല്ലാം ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഡയറക്റ്റ്ലി നിങ്ങളെ കാണാനോ ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനോ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണിവർ. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം ഡിപ്രഷനിലാണ് ഇവർ ഉള്ളത്. ഇവിടെ ഇവർ ആഗ്രഹിച്ചിട്ട് പോലും ഇവരുടെ പാർട്ട്ണറിനെ കാണാനോ സംസാരിക്കാനോ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം. ഇവിടെ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസാണ് അവരവരുടെ പാർട്ട്ണറിനെ കാണാൻ പറ്റാത്തതായിട്ടുള്ള. ഇവിടെ നിങ്ങൾക്കുള്ളിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക്. ചില ആൾക്കാരുടെ ലൈഫിൽ ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ലോങ് ഡിസ്റ്റൻസ്, ഒരാൾ ഒരു സിറ്റിയിൽ ഒരാൾ അതർ സിറ്റി അങ്ങനെ ഉണ്ടാവത്തില്ല. ലോങ് ഡിസ്റ്റൻസ് ഇല്ല എങ്കിൽ അതർ കൺട്രി അങ്ങനെയൊക്കെ ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഹസ്ബൻഡ് ഗൾഫിൽ, ഭാര്യ നാട്ടിലുമൊക്കെ ആണ്, അങ്ങനെയൊക്കെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവത്തില്ലേ. ഇവിടെ നിങ്ങൾക്കിടയിൽ ഒത്തിരി ദൂരമുണ്ട്. അത് കാരണം ഇവർക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളോട് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുവാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ പരസ്പരം ഒന്നിച്ചല്ല ഉള്ളത്, ഓരോരുത്തരും ഓരോ സ്ഥലത്താണുള്ളത്. ഇവിടെ നിങ്ങൾ തമ്മിൽ വീഡിയോ കോളിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവർക്ക് ആഗ്രഹം എങ്ങനെയെങ്കിലും നിങ്ങളെ നേരിട്ട് കാണണമെന്നുള്ളതാണ്. നെക്സ്റ്റ് എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ ആരോ ഭയങ്കരമായിട്ട് ബൗണ്ടറി സെറ്റാക്കി വെച്ചൊക്കെയാണ്. ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ അവരുടെ വൈഫോ ഹസ്ബൻഡോ ബൗണ്ടറി സെറ്റാക്കി വെച്ചൊക്കെയാണ്. അത് കാരണം അവർക്ക് നിങ്ങളെ വന്ന് കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ പറ്റുന്നില്ല. അതായത് അമ്മ മോനോട് പറയുകയാണ്, എനിക്ക് നീ ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നതോ കാണുന്നതോ ഇഷ്ടമില്ല. അപ്പോൾ എന്നെ കൊണ്ട് സത്യം ഇനി ആ കുട്ടിയെ കാണത്തില്ല, സംസാരിക്കത്തില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ സത്യം ചെയ്യിപ്പിച്ച് വയ്ക്കും. അങ്ങനെയൊക്കെ നിങ്ങളിപ്പോൾ ഇവിടെ വിഷമിക്കുകയാണ്. കാരണം അവരെ കാണാൻ പറ്റുന്നില്ല, അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്, എന്നെ ചതിക്കാനാണോ എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം അവരുടെ ബൗണ്ടറീസ് അവിടെ സെറ്റാക്കി വെച്ചേക്കുന്നത് അവരുടെ പ്രിയപ്പെട്ടവരാണ്. അവരെ വിഷമിപ്പിച്ചിട്ട് ഇവർക്ക് വരാനും പറ്റുന്നില്ല. അങ്ങനൊരു അവസ്ഥ. ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ തെറ്റാണ് ചിന്തിക്കുന്നത് എന്ന്. അവരുടെ അവസ്ഥ അതായതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ വന്ന് കാണാനോ സംസാരിക്കാനോ സാധിക്കാത്തത്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അവരുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പീഡാദായകമാണ്. അതായത് നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഒന്ന് കാണാൻ പറ്റാത്ത ആ ഒരു വേദന അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവർക്ക്. ഇവിടെ ചില ആൾക്കാരുടെ പാർട്ട്ണറിന് മാരേജ് ആയി എന്നാണ്. അതായത് വീട്ടുകാർ നിർബന്ധിച്ച് ഇവരെ കൊണ്ട് വേറൊരാളെ കല്യാണം കഴിപ്പിച്ചു. ഇപ്പോൾ ആ ഒരു മാരേജ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും ഇവിടെ എന്തോ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന കാരണമാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സ്റ്റാറ്റസും നിങ്ങളുടെ ഫേസ്ബുക്കും എല്ലാം അവർ സ്പൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഈ ഒരു അവസ്ഥ കൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ എപ്പോഴും നിങ്ങളുടെ മെമ്മറീസിൽ ഇങ്ങനെ സ്വയം ഇവരെ തന്നെ മതിമറന്നിരിക്കുകയാണ് എപ്പോഴും. ചില സമയം ഇവർക്ക് തോന്നും, ആരും പറയുന്ന കേൾക്കണ്ട, എത്രയും പെട്ടെന്ന് എൻ്റെ പാർട്ട്ണറിനെ എനിക്ക് കാണണം, നിങ്ങളുടെ അടുത്ത് ഓടി വരാമെന്ന് തോന്നും. പക്ഷേ ഇങ്ങനെ തോന്നുമ്പോൾ ഓടി ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാറുമുണ്ട്, നിങ്ങളോട് സംസാരിക്കാറുമുണ്ട്. പക്ഷേ നിങ്ങൾക്കപ്പോൾ തോന്നും നിങ്ങളും ഇവരും തമ്മിൽ പഴയ ആ ഒരു സ്നേഹബന്ധമില്ല, ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ബോണ്ടാണ് ഉള്ളത് എന്ന്. ഇതും അവരുടെ ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് എപ്പോഴും എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. തോന്നുന്ന സമയം പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം അവരുടെ അവസ്ഥ അതായിപ്പോയി. ഇനി നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂണിയൻ ആകുമോ എന്ന് നോക്കാം. ഇവിടെ ഹോപ്പിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷയോടെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കാമെന്നാണ് ഇവിടെ കാർഡുകൾ പറയുന്നത്. നിങ്ങളപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, സ്ട്രെങ്തോടെ ഇരിക്കുക, ധൈര്യത്തോടെ ഇരിക്കുക. ഏഞ്ചൽസ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് സമാധാനത്തോടെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെങ്കിൽ മാത്രം.
അപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നത് പോലെ അവരും ദുഃഖത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങൾക്കെതിരെയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ എതിരെയായിട്ടും കുറേ എനിമീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയും വയ്ക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധയും വയ്ക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് ഒന്നാവുന്നത് ഇഷ്ടമില്ലാത്ത കുറേ ശത്രുക്കളുണ്ട്. അവർ എങ്ങനെയെങ്കിലും നിങ്ങളെ ഇല്ലാതാക്കുവാനാണ് ശ്രമിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഒന്നാവാതെ രണ്ടുപേരും രണ്ട് വഴിയാകണം. അതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ പേഴ്സൻ്റെയും ശ്രദ്ധ വയ്ക്കുവാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ ഇങ്ങനെ വഴക്കിട്ടാൽ അവർക്ക് സന്തോഷമാവും. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു കാര്യത്തിനും വഴക്കിടാതെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക രണ്ടുപേരും. ഇവിടെ മിക്കവാറും ആൾക്കാരും ഇങ്ങനെയാണ്, ആവശ്യമില്ലാതെ അവരുടെ പേഴ്സണോട് അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിനോട് വഴക്കിടും. പിന്നെയാണ് മനസ്സിലാവുന്നത് വെറുതെ ആണല്ലോ, അവർ പറയുന്നത് കേട്ടിട്ടാണല്ലോ ഞാൻ എൻ്റെ ചേട്ടനോട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കിയത് എന്ന് തോന്നത്തില്ല. അതേപോലെ നിങ്ങളായിട്ട് നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു ബൂസ്റ്റ്നെസ് കൊടുക്കരുത്. അതായത് അവർക്ക് വീണ്ടും നിങ്ങളുടെ ഇടയിൽ കുഴപ്പം സൃഷ്ടിക്കാനുള്ള ആ ഒരു ശക്തി കൊടുക്കരുത് നിങ്ങൾ. ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കിടാനുള്ള മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ ഒന്നായിട്ട് കാണുന്നില്ല, രണ്ടുപേരും രണ്ട് വ്യക്തികളായിട്ട് കാണുന്നു. അപ്പോഴാണ് വഴക്കുണ്ടാവുന്നത്. പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഒന്നാണെന്ന് കാണുന്നുണ്ട് എങ്കിൽ ഒരിക്കലും വഴക്കുണ്ടാവത്തില്ല. അവരെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ അത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അവരെ ആരെങ്കിലും റെസ്പെക്റ്റ് ചെയ്താൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെ എല്ലാം ഒന്നായിട്ട് കാണുക, അല്ലാതെ രണ്ടായിട്ട് കാണരുത് നിങ്ങൾ. അതായത് ഒരു ഭക്തൻ ശിവഭഗവാനെ മാത്രം ഇങ്ങനെ ചുറ്റുകയാണ്, അതേപോലെ രണ്ടാമത് പോയി പാർവതി ദേവിയെയും ചുറ്റുകയാണ്. അപ്പോൾ ശിവഭഗവാൻ പറയുകയാണ് നമ്മൾ രണ്ടുപേരും ഒന്നാണ്, പിന്നെ എന്തിനാ നീ പ്രത്യേകം വലയം വയ്ക്കുന്നത് എന്ന്. അപ്പോൾ അർദ്ധനാരീശ്വര രൂപം നിങ്ങൾ കണ്ടിട്ടില്ലേ, ശിവപാർവതി ദൈവം ഒന്നാണ്. അതേപോലെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഒന്നാണ്, അല്ലാതെ നിങ്ങൾ വ്യത്യസ്തരായി ഒരിക്കലും നിങ്ങളെ കാണരുത്. നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരാൻ പോകുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ചൊന്ന് പേഷ്യൻസ് ആയിട്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അബണ്ടൻസ് കിട്ടുന്നതായിട്ടാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നത്. വരാൻ പോകുന്ന സമയം ചില പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് കരിയറിലും റിലേഷൻഷിപ്പിലും പുതിയ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ അഡ്വൈസ് വേണമെന്ന് തോന്നുകയാണ് എങ്കിൽ അപ്പോൾ തന്നെ അഡ്വൈസ് ചോദിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. പിന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. അതായത് നിങ്ങളിപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്, ഞാൻ എന്ത് ചെയ്യും, ആരോട് ചോദിക്കുമെന്ന് അങ്ങനെ ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരുടെ അഡ്വൈസ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. കാരണം അവരുടെ ആ ഒരു അഡ്വൈസ് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. എൻ്റെ അച്ചു നന്ദ വേൾഡിൻ്റെ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാമേ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.